കണ്ണൂർ പിണറായി വെണ്ടുട്ടായിൽ സ്ഫോടനമുണ്ടായി. ഒരു CPIM പ്രവർത്തകന്റെ കൈപ്പത്തി അറ്റുപോയെന്ന വാർത്ത അല്പസമയം മുൻപ് വന്നിരുന്നു. അതിലിപ്പോൾ ഒരു സ്ഥിരീകരണം വരുന്നത് ബോംബല്ല പൊട്ടിയത് എന്നതാണ്. പോലീസാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് വിജയാഘോഷം കഴിഞ്ഞ് ബാക്കി വന്ന പടക്കം കയ്യിലിരുന്ന് പൊട്ടിയത് എന്നതാണ് കണ്ടെത്തൽ. CPIM പ്രവർത്തകന്റെ കൈപ്പത്തിയാണ് അറ്റുപോയത് സംഭവത്തിൽ. മുഹമ്മദ് റഹീസ് വിവരങ്ങളുമായി. റഹീസ്, ഇതെന്താണ് പൊട്ടിയത് എന്ന് പറയുന്നുണ്ടോ? കൈപ്പത്തി അറ്റുപോകണമെന്നുണ്ടെങ്കിൽ അതൊരല്പം പ്രഹരശേഷിയുള്ള എന്തെങ്കിലും ആയിരിക്കണമല്ലോ. അനുജ, ഇപ്പോൾ എന്താണ് പൊട്ടിയത് എന്നുള്ളതിന്റെ അത് പൊട്ടിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു ഫോട്ടോ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് കാണുമ്പോൾ അതൊരു നാടൻ ബോംബായിട്ടാണ് തോന്നുന്നത്. പക്ഷെ പോലീസ് സ്ഥിരീകരിച്ചു പറയുന്നത് ബോംബല്ല പൊട്ടിയത്, അത് കുറച്ച് വീര്യമുള്ള പടക്കമാണ് എന്നാണ് പറയുന്നത്. വീര്യമുള്ള കുറച്ച് ഒരു പടക്കമായിരുന്നു അത്. കയ്യിലിരുന്ന് നമ്മൾ പൊട്ടിച്ച് എറിയുന്ന തരത്തിലുള്ള ഒരു പടക്കം, ആ പടക്കമാണ് പൊട്ടിയതെന്നാണ് പോലീസ് സ്ഥിരീകരിച്ചു പറയുന്നത്. അപ്പോൾ ഈ കൈപ്പത്തി അറ്റുപോകുന്ന തരത്തിലേക്കൊക്കെ വീര്യമുള്ള ഒരു പടക്കമായിരുന്നു അത് എന്ന് പോലീസിന്റെ ഭാഷയിൽ അത് പടക്കമെന്ന് പറഞ്ഞാൽ അത് കൈപ്പത്തി അറ്റുപോകുന്ന രീതിയിലുള്ള അത്ര വീര്യമുള്ള പടക്കമായിരുന്നു. അപ്പോൾ അത് തെരഞ്ഞെടുപ്പ് വിജയാഘോഷത്തിനിടയിൽ അതിന് നിന്ന് ബാക്കി വന്ന പടക്കം വയ്ക്കുകയും പിന്നീട് അതിരുന്ന് പൊട്ടുകയുമാണെന്നാണ് പറയുന്നത്. എന്തായാലും ഈ പടക്കം പൊട്ടിയത് ഒരു CPM-കാരനായിട്ടുള്ള വിപിൻ രാജിന്റെ കയ്യിൽ നിന്നാണ്. ഇയാൾ നിരവധി കേസുകളിൽ പ്രതിയാണ് എന്നുള്ള കാര്യം കൂടി ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും. ഈ പിണറായി കനാൽക്കരയിൽ കോൺഗ്രസ് ഓഫീസ് ഉദ്ഘാടനത്തിന്റെ തലേന്ന് തീ വെച്ച് നശിപ്പിച്ച കേസിലെ പ്രതിയാണ്. കാപ്പ ചുമത്തി ഇയാളെ നാടുകടത്തിയ ആളായിരുന്നു എന്നുകൂടിയുള്ള വിവരം വരുന്നുണ്ട്. അപ്പോൾ അത് അത്തരത്തിൽ ആ വിവരം നിലനിൽക്കെ തന്നെയാണ് ഈ സ്ഫോടന വിവരം കൂടി പുറത്തു വരുന്നത്. എന്നാൽ പോലീസ് ഉറച്ചു പറയുന്നത് ബോംബല്ല പൊട്ടിയത്, മറിച്ച് വീര്യമുള്ള പടക്കമാണെന്നാണ്. എന്തായാലും ഇയാളുടെ കൈപ്പത്തി അറ്റുപോകുന്ന തരത്തിലേക്ക് ആ ഒരു വലിയ സ്ഫോടനമാണ് ഉണ്ടായത്. നിലവിൽ ഇയാൾ ചികിത്സയിലുമാണ്. അനുജ, കണ്ണൂർ പിണറായി വെണ്ടുട്ടായിലാണ് സ്ഫോടനമുണ്ടായത്. പക്ഷെ പൊട്ടിയത് ബോംബല്ല എന്ന് പോലീസ് പറയുകയാണ്. കുറച്ച് ഉഗ്രശേഷിയുള്ളൊരു പടക്കം, അതാണ് കയ്യിലിരുന്ന് പൊട്ടിയത് എന്നാണ് ഇപ്പോൾ പോലീസ് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും CPIM പ്രവർത്തകന്റെ കൈപ്പത്തി അറ്റുപോയിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.